സംഗീത ലോകത്ത് സമാനതകളില്ലാത്ത വഴികൾ വെട്ടിത്തെളിച്ച പിന്നണി ഗായിക എസ് ജാനകിയുടെ ഓർമ്മയ്ക്കായി അനുസ്മരണ സമ്മേളനവും ഗാനാർച്ചനയും നടത്തി. ഓർമ്മയിൽ ജാനകിയമ്മ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മ്യൂസിഷ്യൻ ഓഫ് ആലപ്പുഴയും രാഗ് മ്യൂസിക് ക്ലബും സംയുക്തമായാണ് ആലപ്പുഴ മ്യൂസിക് ക്ലബിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഓർമ്മയിൽ ജാനകിയമ്മ എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ രാജു വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. നിന്നെ പോണോലായി പൊന്നയും ചാർത്തുന്നുണ്ടേ, പുണ്യാഹം പെയ്യുന്നുണ്ടേ, പൂങ്കാവിൽ പണ്ടേ ഞാൻ കൂടെയുണ്ടേ. ഭാഗ്യമില്ലാത്തവരാണ്. അപ്പൊ നിങ്ങളോട് എനിക്ക് വലിയ അസൂയയും ആദരവും രണ്ടുമുണ്ട്. തൊണ്ടയിലൂടെ സപ്തസ്വരങ്ങൾ വഴങ്ങാത്തൊരുത്തിനാണ് ഞാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ 135 സിനിമകളിലെ പാട്ടുമായി ഞാൻ ലോകം മുഴുവൻ കറങ്ങിയാണ്. ഇപ്പോഴും കറങ്ങുന്നത് ഞാൻ വാക്കുകൾ പ്രസക്തമാകുന്ന ഈ 10-30 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇപ്പോൾ ലോകം മുഴുവനൊക്കെ വിളിക്കുന്നത്. ഒരു പാട്ടുകാരനായിരുന്നെങ്കിൽ 135 കൊണ്ടത്തിലെങ്കിലും പാടിയിരുന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്തായാലും ഞാനിപ്പോൾ ചൈനയിലായിരിക്കും. ഞാൻ ഗാനമേളയെ കൊണ്ട് പുഷ്പം വിളിച്ചാലൊന്നും കിട്ടൂല എന്നെ, ഇപ്പൊ കിട്ടും. അപ്പോൾ ജാനകിയമ്മ ഈ പാട്ടിന്റെ പുഷ്കല കാലത്ത് ഞാനൊന്നും സജീവമല്ല, നമ്മൾ ആരും മിക്കവരും സജീവമല്ലാത്തൊരു കാലമാണ്. 80കൾ കഴിഞ്ഞപ്പോൾ ചിത്ര എന്ന് പറഞ്ഞ ഗായിക വന്നു തുടങ്ങി. 85 ആയപ്പോൾ ചിത്രയുടെ യുഗം ആരംഭിച്ചു. ചിത്ര അത്ഭുതകരമായി വളർന്നു. ഒരു സിനിമയിൽ ചരണമില്ലാത്ത പാട്ടുകളാണ്, ചരണമില്ല പാട്ടിൽ. നല്ല നല്ല വരികൾ ആവശ്യമേ ഇല്ല. ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് പോലെ അവസാനം ഫില്ല് ചെയ്യുന്നൊരു സാധനമാണ് ഇപ്പോൾ ലിറിക്സ്. നിങ്ങളെല്ലാം പങ്കെടുത്തതിന് ശേഷം അവസാനമാണ് ഗാനരേതാവ് എൻട്രി ആകുന്നത് സിനിമയിൽ. സംഗീതജ്ഞരായ ആലപ്പി സുരേഷ്, ബിനു ആനന്ദ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തലമുറകളെ സംഗീതത്തിലൂടെ ആനന്ദത്തിലാറാടിച്ച ജാനകിയമ്മയുടെ പാട്ടുകളും ഓർമ്മകളും ചടങ്ങിൽ പങ്കുവയ്ക്കപ്പെട്ടു. ഹാരിസ് സരോവരം, പുഷ്പലത, സ്മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ആലപ്പുഴയിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന പ്രത്യേക സംഗീത ഗാനാർച്ചനയും നടന്നു. ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ നിരവധി ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കിയായിരുന്നു ഗാനാർച്ചന ഒരുക്കിയത്.